അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ ഇന്ന് വെക്കാൻ പോകുന്നത് ഒരു സമ്മന്തിപ്പൊടിയാണ്. ആ സമ്മന്തിപ്പൊടി എങ്ങനെയാണെന്ന് അമ്മ കാണിക്കാം. അതിനു മുമ്പായിട്ട് എല്ലാവർക്കും സുഖമാണോ? അമ്മയ്ക്ക് ഇവിടെ സുഖമാണ്. ഇവിടെ നല്ല ചൂടാണ്. രാവിലെ 10 മണി കഴിഞ്ഞാൽ പിന്നെ വെളിയിലോട്ട് ഇറങ്ങണ്ട, നല്ല വെയിലാ. പിന്നെ ഒരു 5 മണി കഴിയണം വെയിൽ മാറണമെങ്കിൽ. അതുപോലെ എല്ലായിടത്തും വെയിലും ചൂടും ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്കിനി സമ്മന്തിപ്പൊടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അമ്മ ഇവിടെ എടുത്തിരിക്കുന്നത് 2 തേങ്ങയാണ്. 2 തേങ്ങയുടെ സമ്മന്തിപ്പൊടിയാണ്. അത് നല്ലവണ്ണം പിന്നെ ചിരണ്ടി എടുത്തിരിക്കുവാണ്. നല്ല പീര എടുക്കണം. നമ്മളെ ഫ്രിഡ്ജിൽ വെച്ച തേങ്ങയൊന്നും നമ്മൾ എടുക്കരുത്, അത് പിന്നെ വെള്ളമായിരിക്കും. ഇതിപ്പോ നോർമൽ തേങ്ങ ഇപ്പം നമ്മൾ പൊട്ടിച്ച തേങ്ങ 2 എടുത്തേക്കുന്നത്. അതിനി നമുക്കൊന്ന് വറക്കാം. ഒരു കടായി അടുപ്പയിലോട്ട് വെച്ച് തീ കത്തിച്ച് അപ്പൊ ഇനി നമുക്ക് തേങ്ങ അതിനകത്തോട്ട് ഇടാം. തേങ്ങ വലിയ പീരയാണെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിനകത്ത് വെച്ചൊന്ന് പൊടിച്ച് ചേർക്കണേ, അപ്പൊ ഒരുപോലെ മൂക്കും. ചെറിയ പീരയാണെങ്കിൽ നമുക്ക് അങ്ങനെ അങ്ങ് ഇട്ട് വറുത്താൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തൊന്ന് ഇച്ചിരി വെള്ളം ഒന്ന് വറ്റട്ടെ. ഇച്ചിരിയൊന്ന് മെനക്കെട്ടാൽ മതി. നമുക്ക് നല്ല സമ്മന്തിപ്പൊടി കൂട്ടാം. പിള്ളേരൊക്കെ ഉള്ളിടത്ത് സ്കൂളിൽ കൊണ്ടുപോകാനും പിന്നെ വെളിയിലോട്ടൊക്കെ പോകാനെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോകാനും ഒക്കെ വറുത്ത് ഇതുപോലെ നമ്മൾ ഇരിച്ചെടുത്താൽ കുറേ നാളിരിക്കും നമ്മൾ സമ്മന്തിപ്പൊടി. നമുക്ക് ഇതിനകത്തോട്ട് ചുമന്ന മുളക് ഇടാം. 5-8 10 ചെറിയ വട്ടത്തിലരിഞ്ഞ് ഒരു 10 ഇഞ്ചി ഇടാം. അത് വട്ടത്തിലരിഞ്ഞോണ്ട് ഒത്തിരി തോന്നുന്നത്. ചുമന്നുള്ളി അരിഞ്ഞത് 10. ചുവന്നുള്ളി നല്ല വേറെ ചേർക്കുന്നത് സമ്മന്തിക്ക്. ഞാൻ ഇച്ചിരി കുരുമുളക് കുറച്ച്. ഇനി നമുക്ക് ഇത്രയും ഇട്ടൊന്ന് ഇളക്കി മൂപ്പിക്കണം. കുറച്ച് നേരം ഇങ്ങനെ നമുക്ക് ഇളക്കണം. ഇളക്കിയാലേ അത് മൂക്കത്തുള്ളൂ. ഇച്ചിരി മെനക്കെടണം. പയ്യെ തീ കുറച്ചിട്ട്, തീ കൂട്ടിയിട്ടാലങ്ങ് കരിയും. അങ്ങനെ പയ്യെ ഇച്ചിരി മെനക്കെടണം. നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി മല്ലി ഇടാം. പച്ചമല്ലി കുറച്ച്. കൂടെ ഇട്ട് നമുക്ക് ചൂടായി നമ്മൊരു തുണി തട പിടിച്ചേക്കുക. ഇങ്ങനെ ചീനിച്ചട്ടി ചൂടായി. ഇത് ഇരുമ്പിന്റെ ഇത്രയും ചീനിച്ചട്ടി ആയോണ്ട് അതിന്റെ ഇതിനെ കുഴയ്ക്കും, ചൂട് പിടിക്കും. അങ്ങനെ നമുക്ക് എന്തായാലും ഒന്ന് പിടിച്ചില്ലേ കൈ പൊള്ളും. അതിനൊരു തുണി പിടിച്ചേക്കുക. നോക്കട്ടെ, നമുക്ക് നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കാം. പകുതി മൂപ്പായി. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. തീ കുറച്ചിട്ട് വേണം മൂപ്പിക്കാന്. തീ കൂട്ടിയിട്ടാല് പെട്ടെന്നങ്ങ് കരിയും. സമ്മന്തിപ്പൊടി കൊള്ളത്തില്ല, ഒരു പുകച്ചോവ വരും. അതുകൊണ്ട് തീ കുറച്ചിട്ട് സമയം എടുത്ത് വേണം നമുക്കിത് വറക്കാന്. ധൃതി വെച്ചൊന്നും ഇത് വറക്കാൻ ഒക്കത്തില്ല. സമ്മന്തിപ്പൊടി നമുക്ക് ചോറുണ്ണാനും ഇച്ചിരി കുപ്പിക്കകത്തൊക്കെ വെച്ചിരുന്ന നമുക്ക് ചോറിന്റെ കൂടെ ഒക്കെ എടുത്ത് ഇച്ചിരി ചോറെടുത്തുണ്ണാനും ഒക്കെ നല്ലതാ.
പകുതി മൂപ്പായി. കുറേ നേരമായി ഇളക്കാൻ തുടങ്ങി. നമ്മ തീ കുറച്ചിട്ടാണ് ഇളക്കുന്നത്, അതുകൊണ്ടായി മൂക്കാൻ താമസം. തീ കൂട്ടിയിട്ടാ പെട്ടെന്ന് ഇതങ്ങ് കരിയും. പിന്നെ ആ സമ്മന്തിക്ക് ഒരു പുക ചവയും ഒരഴുക്ക. ഇച്ചിരി സമയം എടുത്ത് ഇത് ഇളക്കണം. ഇളക്കി മൂപ്പിച്ചാലേ കൊള്ളത്തുള്ളൂ. അതുപോലെ നമ്മൾ തീയൽ വെക്കാനൊക്കെ തേങ്ങ വറുത്തരച്ചാലും ഇതുപോലെ സമയമെടുത്ത് വറക്കണം. വെള്ളം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ തീ കുറച്ചിട്ട് വറുത്തെടുക്കണം, എന്നാലേ അത് കൊള്ളത്തുള്ളൂ തീയൽ വെച്ചാലും. ഇതുണ്ടായിരുന്നു പിടിക്കുന്നത്, അമ്മ കണ്ടില്ല. അമ്മ ഇപ്പോഴും ഓർത്ത ഇത് കടത്തുണി പിടിച്ചായിരുന്നു അമ്മ. അപ്പൊ ഇതെടുക്കും. അമ്മയുടെ മോള് ദുബായിലുണ്ട്. ഇളയ മോള് ദുബായിലാണ്. അപ്പൊ ഹസ്ബൻഡും ഒരു കുഞ്ഞും ഉണ്ട്. അവരവിടെ ജോലി. അവള് നേഴ്സാ ഇളയ മോള്. പിന്നെ മൂത്ത മോള് നേഴ്സായിരുന്നു. അവള് സൗദിയിലായിരുന്നു ജോലി. ഇപ്പൊ അവിടുന്ന് അവള് ഇളയ കുഞ്ഞിന്റെ പ്രസവത്തിന് വന്നത് 2.5 വർഷമായി. അവള് ജോലിയില്ല, അവിടെ നിൽക്കുമായിരുന്നു വീട്ടില്. ഇപ്പൊ അവള് തിങ്കളാഴ്ച 24-ാം തീയതി അവള് ദുബായിക്ക് പോകും. അവിടെ ഒരു ആശുപത്രി ജോലിക്ക്. അന്നേരം അനിയത്തിയുടെ അടുത്തോട്ടാ പോകുന്നത്. അന്നേരം കൊടുത്തുവിടാൻ അമ്മ സമ്മന്തി ഇടിക്കുന്നത്. അന്നേരം നിങ്ങൾ എല്ലാവരെയും ഒന്ന് കാണിച്ചേക്കാൻ സമ്മന്തി ഇടിക്കുന്നത് എങ്ങനെയാണെന്ന്. അങ്ങനെ അമ്മ വീഡിയോ എടുക്കുന്നത്. നമുക്കിതിനകത്തോട്ട് കരിയാപ്പില ഇടാം. കുറച്ച് ഉരുണ്ട പുളി അമ്മ എടുത്തത്, അത് പിച്ചിട്ട് അതുകൂടി ഇതിനകത്തോട്ട് ഇടാം. എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കാം. പകുതി മൂപ്പായി, പകുതി കൂടുതൽ മൂപ്പായി. നമ്മുടെ സമ്മന്തി എല്ലാം തേണ നല്ലതായിട്ട് ചുമന്ന് മൂത്തു. കുറച്ചു നേരം മെനക്കെട്ടപ്പോഴത്തേന് നമ്മുടെ സമ്മന്തിപ്പൊടി തേണ നല്ലതായിട്ട് വേണം. ഈ പരുവത്തിന് മൂക്കണം. നല്ലൊരു സമ്മന്തി പൊടിയാ. പുളിയെല്ലാം ഇതിനകത്ത് ഇട്ടത് കൊണ്ടേ സമ്മന്തി ഇരുന്നാൽ കേടാകത്തില്ല. പുളിയിലെയും വെള്ളമെല്ലാം വലിഞ്ഞ് ഇഞ്ചിയും ഉള്ളി എല്ലാം നല്ലതായിട്ട് മൂത്ത് ഇത് പൊടിച്ച ഒരു 3-4 മാസം ഇരിക്കും ഈ സമ്മന്തിപ്പൊടി, കേടാകത്തില്ല. നമുക്കിനി ഇത് തണുത്തിട്ട് നമുക്കിനി ഇത് പൊടിച്ചെടുക്കാം. ഉപ്പും കൂടി ഇട്ട് ആവശ്യത്തിന്. ഈ സമ്മന്തി നമുക്ക് പൊടിച്ചെടുക്കാവേ. നമുക്കിതിനകത്തോട്ട് വാരിയിടാം കുറേശ്ശെ. ഞാനത് കുറച്ച് ഉപ്പ് ഇടാം. സമ്മന്തി എല്ലാം പൊടിച്ചമ്മ ഞാനെല്ലാം പൊടിച്ചെടുത്തു. നമ്മുടെ സമ്മന്തി റെഡിയായി.
നല്ലൊരു സമ്മന്തിപ്പൊടിയാണ്. എല്ലാവരും ഇതുപോലെ നോക്കണം. സമ്മന്തിയെല്ലാം ഇടിച്ച് പാത്രത്തിലാക്കി നല്ലൊരു സമ്മന്തിപ്പൊടിയാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. വെളിയിലോട്ട് കൊടുത്തു വിടാനും പിന്നെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ചോറിൻ്റെ കൂടെ കൊടുത്തു വിടാനും നമുക്കാണേലും വീട്ടിൽ കഴിക്കാനും പെട്ടെന്ന് ഇത് കേടാകത്തൊന്നുമില്ല. 2-3 മാസമൊക്കെ നമുക്കിത് കുപ്പിക്കകത്തിട്ട് വെച്ചിരുന്നാൽ എടുക്കാം. അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ അമ്മയ്ക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അമ്മയുടെ കൊച്ചു ചാനലൊന്ന് കാണണേ. അടുത്തൊരു വീഡിയോയിൽ വരുന്നിടം വരെ ബായ്.